സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ശ്ലോകം ഭക്തിയോഗത്തെ പ്രാർത്ഥിച്ചു. അതിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലത്തെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനെ ഭക്തിയെ കൂടെ ഉപാസിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വെച്ചത്. കാലുകൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനും കൈകളെ കൊണ്ട് പൂജിക്കാനും അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈശ്വര പൂജ ആക്കാനും അങ്ങനെ കാണാൻ കണ്ണുകൊണ്ട് അങ്ങേയും സജ്ജനങ്ങളെയും കാണാനും പാദത്തിൽ സമർപ്പിക്കപ്പെട്ടതായ തുളസി മുതലായതിൻ്റെ ഗന്ധം കേൾക്കാനായിക്കൊണ്ട് ഘ്രാണേന്ദ്രിയം അല്ലെങ്കിൽ മൂക്ക്, ചെവി കൊണ്ട് ഈശ്വര കഥകൾ കേൾക്കാനും എനിക്ക് സദാ സാധിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അടുത്ത ശ്ലോകത്തിൽ അങ്ങനെ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു ലക്ഷണം ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും അതിലില്ല. ഈ ദശകം കഴിയുന്നവർ അങ്ങനെയൊക്കെ തന്നെയാണ് പോവുക. അവിടെ അങ്ങോട്ടാണ് വിഷയങ്ങൾ തുടങ്ങണത്. അങ്ങനെ ശരിക്കും ഒരു ഭക്തനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അയാൾ ഭക്തനാണ് എന്ന് ഉറപ്പിക്കാം. ആ ലക്ഷണം എന്തൊക്കെയാണ് എന്ന് ചില കാര്യങ്ങൾ ഭക്തിയുടെ പ്രയോജനവും പറഞ്ഞിരിക്കുകയാണ്. ശ്ലോകം: പ്രഭൂതാദിവ്യാധി പ്രസവചലിതേ മാമകഹൃതി ത്വദീയന്തദ്രൂപം പരമസുഖചിത്രൂപമുദിയാത് ഉദഞ്ജത് രോമാഞ്ചോ ഗലിതബഹുഹശ്യാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുർവശമപീഡാപരിഭവാൻ. എൻ്റെ ഹൃദയം ഏത് തരത്തിലുള്ളതാണെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. വളരെയേറെ വർദ്ധിച്ചതായിട്ടുള്ള ആധിയുണ്ട്, വ്യാധിയുണ്ട്. അതിനുണ്ടോ വല്ല കുറവും? അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇടാൻ തുടങ്ങിയാൽ ഓരോരുത്തർക്ക് എന്തൊക്കെ അസുഖമാണെന്ന് നിശ്ചയിച്ചുണ്ടാവില്ല. പ്രഷർ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, ഇല്ലേ, കൊളസ്ട്രോളും ക്രിയാറ്റിനും അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ വളരെ അധികമായിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് ഏറിയ കൂറും. 40 വയസ്സെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ഒരു ക്ഷാമമില്ല എന്നർത്ഥം. അത് അതിന് മുമ്പേനെ തുടങ്ങിയിരിക്കണു. ഇപ്പോൾ എല്ലാവർക്കും നമുക്കൊന്നുമില്ലെങ്കിൽ 60 വയസ്സ് വരെയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ വ്യാധി, അതേപോലെ ആധി, അതിൻ്റെ കാര്യം അതിലും അപ്പുറമാണ്. എന്തൊക്കെ വിഷമായിരിക്കും. ജോലി ശരിയായില്ല, ബിസിനസ് ശരിയായില്ല, വരുമാനം ശരിയായില്ല, മക്കൾ ശരിയായില്ല, വിവാഹം കഴിഞ്ഞു പക്ഷേ അവർ സുഖമായിട്ടല്ല കഴിയണത്. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ അലട്ടും. ഭരണത്തിൻ്റേതായിട്ട് തകരാറുകൾ നമ്മളെ ബാധിക്കുന്നു. ടാക്സ് കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളെ ബാധിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളും ചുറ്റും നടക്കണ അഴിമതികൾ, അതിൻ്റേതായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമം. ഒരു ജോലി കിട്ടണമെങ്കിൽ എന്തൊക്കെ പഠിക്കണം? 10 കൊല്ലമുള്ളത് ഇപ്പോൾ 2 കൊല്ലം ആക്കി ഇടുകേണ്ടത് കഴിഞ്ഞാവട്ടെ. ടെക്ക് പാസ്സാവണം. എന്തൊക്കെ ടെക്കുകളാണ് പാസ്സാവേണ്ടത് നിശ്ചയില്ല. അതൊക്കെ കേട്ട് കാശും കൊടുക്കണേ. ആലോചിച്ച് നോക്കിയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും ചിലർക്ക്. മകനെ എവിടെയെങ്കിലും ഒന്നാക്കി സ്ഥാനത്താക്കുക. അതാണ് ആദികൾ. അപ്പോൾ ആദിക്ക് അങ്ങനെ പോണു, വ്യാധിക്ക് ഇങ്ങനെ പോണു. എന്നിട്ടോ മനസ്സോ ആദിവ്യാധി പ്രസവചലിതേ, ഇളകി വശമാണ് എൻ്റെ മനസ്സ്. ഈശ്വരനിൽ ഉറച്ചു നിൽക്കാതിരിക്കാനുള്ള കാരണം ഇതൊക്കെയാണ്. ഒന്നെങ്കിലും അസുഖം വരുമ്പോൾ അതിനെക്കുറിച്ചല്ലേ ഏതൊരാളും ചിന്തിക്കുക. അത് മാറാൻ എന്താ ചെയ്യുക? വേറെ ചിന്തകളൊന്നും നമുക്ക് വരില്ല. അസുഖം ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടണം എന്നാവും ചിന്ത. അത് മാറിയാലോ വേറെ പ്രശ്നമായി. എന്നിട്ട് സ്വൈരമുണ്ടോ ചോദിച്ചാൽ അപ്പോഴും സ്വൈരമൊന്നുമില്ല, അപ്പോൾ വേറെ പ്രശ്നങ്ങളായി. അപ്പോൾ ആദ്യമായിട്ടും വ്യാധിയായിട്ടും നിരന്തരം നമ്മുടെ മനസ്സ് ചുരുക്കം എവിടെ നിൽക്കണില്ല? ഭഗവാനെ അങ്ങയിൽ മാത്രം നിൽക്കില്ല. അതിലാട് നിർത്തിയാൽ മതി. അതൊക്കെ കുറച്ചാണ്ട് ശരിയായിക്കോളും. അത് ചിന്തിക്കണില്ല. ഒറ്റ മൂലിക ഉണ്ട് നമ്മുടെ മുമ്പിൽ. അത് മറന്നിട്ട് ഓരോന്നിൻ്റെ പിന്നാലെ ഓടിയിട്ട് വല്ല
കാര്യം ഇത് എവിടെയെങ്കിലും എത്താൻ പോകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ചലിത മാമക ഹൃദി, ഇളകിക്കൊണ്ട് ഒരുത്തിയിൽ ഉറച്ച് നിൽക്കില്ലല്ലോ. ഒരു വിഷമം കഴിഞ്ഞാൽ വേറൊരു വിഷമം, ആ വിഷമം കഴിഞ്ഞാൽ ഇനിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ചലിതേ മാമക ഹൃദി. അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഭക്തിയോഗം കൊണ്ട് എന്തുണ്ടാവും? കണ്ണുകൊണ്ട് ഈശ്വരനെ കാണാനും, ചെവി കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കാനും, കാലുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനും, അങ്ങനെ ആയാൽ എന്തുണ്ടാവും? ആധി കൊണ്ടും വ്യാധി കൊണ്ടും ചലിക്കപ്പെട്ട എൻ്റെ മനസ്സ് അത് കുറേശ്ശെ എന്തായിട്ട് മാറും? ത്വദീയം തത് രൂപം, ആ രൂപം വിളങ്ങാൻ തുടങ്ങും. പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം. എങ്ങനത്തെയാണ് അങ്ങയുടെ രൂപം? പരമരസചിദ്രൂപമാണ്. പരമമായിരിക്കുന്ന രസം നൽകുന്ന, ആനന്ദവും സന്തോഷവും നൽകുന്ന രസം എന്ന് പറഞ്ഞാൽ ശരിക്ക് പല അർത്ഥങ്ങളുമുണ്ട് അല്ലേ? സാമ്പാറിൽ ഒഴിക്കണ രസമല്ല, സാമ്പാർ തികയാണ്ടിരുന്ന രസം ഒഴിക്കുക, അങ്ങനെ ഒരു പതിവുണ്ടല്ലോ സദ്യക്ക്. ഇപ്പോൾ രസം അത് നമ്മൾ ഭക്ഷണത്തിന് കഴിക്കുന്ന രസമാണ്. ഒരു സംഗതിയിലുള്ള താല്പര്യം, അങ്ങനെ ഒരു അർത്ഥമുണ്ട് രസത്തിന്. ശരിക്കും ഭക്തി എന്ന അർത്ഥമാണ് സോവൈ രസ എന്നും പറഞ്ഞ് ശങ്കരാചാര്യർ വർണ്ണിച്ചിരിക്കുന്ന രസത്തിനെ ഭഗവാനിൽ തന്നെ മനസ്സ് നിൽക്കുന്ന അവസ്ഥ, അതായത് ഭക്തി, അതിനാണ് രസം എന്ന് പറയുക. അപ്പോൾ പരമരസം ആയിരിക്കുന്ന, പരമരസം ഉണ്ടാക്കി തീർക്കുന്ന എന്നർത്ഥം. മനസ്സിൽ ആനന്ദവും ഭക്തിയും വർദ്ധിച്ചിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്ന നിന്തിരുവടിയുടെ തദ്രൂപം, പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം. ചിദ്രൂപം ആയിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ രൂപം ഉദിച്ച് വരുന്നു. ഭക്തിയോഗം കൊണ്ട് ഭഗവത് സ്വരൂപം മനസ്സിൽ ഉറയ്ക്കും. അതിങ്ങനെ ഉറച്ച് വരുമ്പോൾ ഈ ആദിവ്യാധികളൊക്കെ കുറേശ്ശെ കുറയും. ആദികളാലും വ്യാധികളാലും ശലിക്കപ്പെട്ടതായിരിക്കുന്ന മാമക ഹൃദി, എൻ്റെ ഹൃദയത്തിൽ ഭക്തിയോഗം കൊണ്ട് എന്തുണ്ടാവണു? പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ധ്യാൻ. പരമരസചിദ്രൂപമായിരിക്കുന്ന ആ സ്വരൂപമായിരിക്കുന്ന ത്വദീയം അങ്ങയുടെ ആ രൂപം ഉദിക്കുന്നു, അല്ലെങ്കിൽ ഉദിക്കണമേ, ഉദിക്കാൻ കാരണമാവണേ. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ആധി കൊണ്ടും വ്യാധി കൊണ്ടും ചലിതമായിരിക്കുന്ന മനസ്സിനെ ഒരു ഭാഗത്ത് ഉറപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക? അതാണ് അടുത്ത വരികൾ. ഉദഞ്ചത് രോമാഞ്ചോ, രോമാഞ്ചം ഉണ്ടാവുക. ചില കാര്യങ്ങൾ മനസ്സിൽ വല്ലാതെ ഓർക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ഭഗവാനെ വിചാരിച്ച് നമുക്ക് കാര്യം നടന്നിട്ടുള്ള സംഗതിയാവാം, രോഗം മാറിയിട്ടുള്ള സംഗതിയാവാം. ഭഗവാനെ വിചാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ ആലോചിച്ചിട്ടാവാം. അപ്പം നമുക്ക് രോമാഞ്ചം ഉണ്ടാവുന്നത്. ഭാഗവതമായിട്ട് നമ്മൾ കുറേ എടുക്കുമ്പോൾ ഭാഗവതം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ രോമാഞ്ചം ഉണ്ടായിന്ന് വരും. കാരണം അത്രയും സുഖം അത് നമുക്ക് തന്നിരിക്കുന്നു. ഒരു സഹോദരനോ ഒരു മാതാപിതാക്കൾക്കോ ഡോക്ടർക്കോ സൈക്കാട്രിസ്റ്റിനോ തരാൻ കഴിയാത്ത ആനന്ദം, അല്ലെങ്കിൽ മാനസികാവസ്ഥ ചിലപ്പോൾ ഒരു ഗ്രന്ഥത്തിന്, ഭഗവാന്റെ ആ പ്രതിപാദ്യ വിഷയമുള്ള ഗ്രന്ഥത്തിന് നമുക്ക് തരാൻ കഴിഞ്ഞു എന്ന് വരും. അപ്പം അതാണ് ഉദഞ്ചത് രോമാഞ്ച. പലതും ഓർത്താൽ തന്നെ നമുക്ക് രോമാഞ്ചത്തോടു കൂടി സർവം മറക്കാനും, എന്തെങ്കിലും ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ശരീരത്തിൽ പാസ് ചെയ്ത പോലെ ഉള്ള തോന്നലും, അതിൻ്റെ കഥ പറയാണ്ടിരിക്കുക നല്ലത് എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ മറക്കാനും, ഒന്ന് ഞെട്ടിത്തിരിക്കുക, അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. അതിൻ്റെയൊക്കെ കഥ പറഞ്ഞറിയിക്കാൻ ആർക്കാ പറ്റി, അനുഭവിച്ചാൽ തന്നെ പറയൂ എന്നൊക്കെ രീതിയിൽ. അപ്പോൾ കുറേശ്ശെ നമുക്കിങ്ങനെ രോമങ്ങൾ എടുത്ത് പിടിക്കുക, ആ ഒരു അവസ്ഥ ഉണ്ടാവും ഇല്ലേ? തണുപ്പുകൊണ്ടുണ്ടാവുന്ന അതേ അവസ്ഥ. മനസ്സിന് സന്തോഷം ഉണ്ടായാലും രോമാഞ്ചം പലപ്പോഴും അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് പറയുക. ഉദഞ്ചത് രോമാഞ്ചോ ഗലിത ഹർഷാശ്രു നിവഹി. ഹർഷാശ്രു എന്ന് പറഞ്ഞാൽ ഹർഷം, അശ്രു, കണ്ണീര്. അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണീര്. ഹർഷം സന്തോഷം കൊണ്ട് ഉള്ള കണ്ണീര്. കണ്ണീര് സങ്കടം കൊണ്ടും ഉണ്ടാവാം, സന്തോഷം കൊണ്ടുണ്ടാവും. സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് ഹർഷാശ്രു എന്ന് പറയുക. ദുഃഖാശ്രു എന്ന് പറഞ്ഞാൽ ദുഃഖം കൊണ്ടുണ്ടാകുന്ന അശ്രു. അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. അശ്രു എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീര്. നിവഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒഴുക്ക്, ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകും. രോമാഞ്ചം ഉണ്ടാവും,
ഹർഷാശ്രുവിൻ്റെ പ്രവാഹം ഉണ്ടാവും. ഹർഷാശ്രു വായിക്കുമ്പോൾ ഒക്കെ ലേശം ഇങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവും. ഹൂന്നുണ്ടേ ബഹു ഹർഷ അശ്രു, 3 വാക്കാണ്. ഹർഷ, ബഹു, ഹർഷ, അശ്രു. അശ്രു എന്ന് വെച്ചാൽ കൂടി ചേരണം ബഹു ഹർഷാശ്രു എന്ന് പറയുന്നത്. ബഹു ഹർഷാശ്രു. അപ്പോൾ ആ എറും വരണം, അവിടെ ശ്രു എന്നുള്ളതും വരണം. ഇറകാരൻ 2 രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഹർഷ, ഒന്ന് ശ്രു. ശ്രദ്ധിച്ച് പ്രൊണൗൺസ് ചെയ്ത് ശീലിക്കുക തന്നെ വേണം. അറിയാത്തവർക്കാണ് വേണം, അറിയണവരോടല്ല കേട്ടോ. ഹർഷാശ്രു, ഷാന്നും ഷാന്നും ഒക്കെ ചിലപ്പോൾ ശരിക്കും എല്ലാവർക്കും വന്നോളണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഹർഷ, ഹർഷബാഷ്പം ഒക്കെ പിന്നെ പറയാറുണ്ട്. ഹർഷം, രാജാവുണ്ടായിരുന്നു ഹർഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ഹർഷ. അപ്പോൾ ആ ഹർഷ നീട്ടി പറയുന്ന അശ്രു കൂടെ വരുമ്പോഴാണ് ദീർഘം ഉണ്ടാവുന്നത്. ശരിക്കും അവിടെ ദീർഘമില്ല. ഹർഷം പ്ലസ് അശ്രു 2 ഹ്രസ്വമാണ്. പക്ഷെ 2 ചേരുമ്പോൾ, 2 ഹ്രസ്വം ചേരുമ്പോൾ ദീർഘം വന്നതുകൊണ്ടാണ് ഹർഷാശ്രു എന്ന് വന്നത്. സന്തോഷത്തിൻ്റെ കണ്ണുനീര്. നിവഹ എന്ന് പറഞ്ഞാൽ പ്രവാഹം, അതിൻ്റെ കൂട്ടത്തെ കൊണ്ടുള്ള പ്രവാഹം. ഹർഷാശ്രു നിവഹ. രോമാഞ്ചം ഒരു ഗുണമായി, രണ്ടാമത്തെ ഹർഷാശ്രുവായി. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫലമാണ് ഇനിയുള്ള വരി. അവസാനത്തെ വരി ഫലമാണ്. യഥാവിസ്മര്യാസം ദുർവശമപീഡ പരിഭവാൻ. എല്ലാ തരത്തിലുള്ള രോഗപീഠകളെ സർവേശ്വര എനിക്ക് മറക്കാറാവൂലോ. പെട്ടെന്ന് രോഗം മാറില്ല. എന്തായാലും ഭജിച്ചിട്ടായാലും ചികിത്സിച്ചിട്ടായാലും താമസം എടുക്കും. 2 നാമം ചോദിക്കുമ്പോഴേക്ക് മാറുമോ? അങ്ങനെ മാറിയിട്ടില്ലല്ലോ. ഈ 100 ദശകം എഴുതിയിട്ടല്ലേ ഇത്ര വലിയ ഭക്തനെ ജ്ഞാനിക്ക് അടക്കം മാറിയിട്ടുള്ളൂ. താമസം ഉറപ്പാണ്. ഏത് രോഗം വന്ന് ചികിത്സിച്ചാൽ താമസം ഉണ്ടാവില്ല, എപ്പോഴും താമസം ഉണ്ടാവും. ഇതാ വരുമ്പോഴേക്കും മാറും. തലവേദന പോലും മാറണതാവണമെന്നില്ലല്ലോ എല്ലാവരുടെ രോഗങ്ങളും. അപ്പം അതിനുള്ള താമസം എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തൽക്കാലം എന്താ വേണ്ടത്? വേഗം ആശ്വാസം കിട്ടാൻ എന്താ വേണ്ടത്? ഇതിനെ മറക്കുക. പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചാൽ, ഒന്ന് അതിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ ശ്രമിക്കുക. പിന്നെ സൂക്കട് മാറ്റും ചെയ്യാം സാവധാനത്തിൽ. ഇത് വലിയൊരു സംഗതിയാണ് കേട്ടോ. ഒരു സൈക്കോളജിക്കൽ സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചികിത്സയിലേക്ക് മാത്രം പറഞ്ഞിട്ടുണ്ടാവില്ല. ആയുർവേദത്തിൽ പിന്നെയും ഉണ്ടാവാം, അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു സംഗതി? പെട്ടെന്ന് മാറാനായിട്ട് ഒരു ഗുളിക കഴിച്ചോളൂ എന്ന് അതും പറയും ഇടയ്ക്ക്. അത് പെയിൻ കില്ലറാവും, നമ്മുടെ കിഡ്നി അടിച്ചു പോവുകയും ചെയ്യും കുറേ കഴിച്ചാലേ. അപ്പം പെട്ടെന്ന് മാറാനുള്ള ഏറ്റവും നമ്മുടെ കയ്യിലുള്ള മാർഗ്ഗമാണ് എന്ത്? മനസ്സിനെ ഒന്ന് അതിൽ നിന്ന് മാറ്റുക. അത്രയേ ഉള്ളൂ. പിന്നെ ചികിത്സ കൊണ്ട് സാവധാന രോഗം മാറ്റിക്കളയും ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് എന്തിനു വേണ്ടൊരു കാര്യമാണ് മനസ്സിനെ ഒന്ന് ശരിയാക്കുക എന്നുള്ളത്. ഏത് കാര്യത്തിനും അത് ആവശ്യമാണ്. എത്ര ആളുകൾ ആ ഉപദേശം കൊണ്ടും ആത്മീയത്തിലും കൊണ്ട് നമ്മൾ ആത്മഹത്യയിൽ നിന്ന് വരെ രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരു വാക്ക് മതി ഒരാളെ രക്ഷിക്കാനും, അതെ ഒരാളെ കൊല്ലാനും ഒരു വാക്ക് മതിയാവും തിരിച്ചാണെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ മനസ്സൊന്ന് മെല്ലെ നമ്മൾ നിയന്ത്രിക്കുക. ഈ ശരീരത്തിൻ്റെ രോഗങ്ങൾ ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ മാനസികാവസ്ഥയാണ്. മനസ്സിനെ ശരീരമായിട്ട് ബന്ധപ്പെടുത്താതെ ഇരുന്നാൽ ഒരു പരിധിവരെ ഇത് സഹിക്കാനുള്ള കഴിവെങ്കിലും നമുക്കുണ്ടാവും. ഉദാഹരണം ഇഷ്ടം പോലെ ഉണ്ട്. രമണ മഹർഷി തൻ്റെ ശരീരത്തിലത്തെ വേദനയൊന്നും അറിയാതിരുന്ന ഒരാളായിരുന്നു. ജീവിച്ചിരുന്ന ആളല്ലേ. ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. പുരാണ കഥയിലത്തെ ഒരു കഥയെന്ന കഥാപാത്രമല്ല രമണ മഹർഷി. അദ്ദേഹത്തെ ശിഷ്യന്മാർ എത്രയോ ഉണ്ട്. നെച്ചൂർ വെങ്കിട്ടരാമൻ രമണ മഹർഷിയുടെ ശിഷ്യനാണ്. കുറേ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പുഴുക്കളെയും കൊതുക്കളെയും ആട്ടിക്കളഞ്ഞിരുന്നില്ല എന്നാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? മെനക്കെട്ടാൻ പറ്റും. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോധം കെടുത്തണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളൂ, ഞാൻ ഇവിടെ ധ്യാനത്തിലിരുന്നോളാന്ന് പറയുന്നത്. ചെയ്തു. ഒരു മുഴയുണ്ടായിരുന്നു ശരീരത്തിൽ. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഒരു സെഡേഷനോ അനസ്തേഷ്യയോ കൊടുക്കാതെ ചെയ്തിരുന്നു. ആ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ആക്കി തീർക്കാനുള്ള ഒരു യോഗമുണ്ട്. അതിനുള്ള ഒരു പദ്ധതിയുണ്ട്.
അത് നമ്മൾ ശീലിച്ചാൽ ഒരു ശരീര വിഷമങ്ങളും നമ്മളെ ബാധിക്കില്ല. രാമകൃഷ്ണ പരമഹംസർ ജീവിച്ചിരുന്ന ആളാണല്ലോ, കഥാപാത്രമല്ല. അദ്ദേഹത്തിന് കഴുത്തിൽ മുഴുവനെ വിഷമുണ്ടായിരുന്നു. ഒരു തരം കുരു വന്ന് നല്ല വേദനയുണ്ടായിരുന്നു. അത് സഹിച്ചിരുന്നു. അത് കാളിയെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് മാറ്റാമായിരുന്നു. പക്ഷേ അത് സഹിക്കണമെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം അത് മാറ്റാതെ ശീലിച്ചു. മാറ്റിയതുകൊണ്ടല്ലേ എന്ന് വിചാരിക്കേണ്ട, മാറ്റാതെ തന്നെ നമുക്ക് സഹനശക്തി ഉണ്ടാക്കാമെന്ന് തെളിയിച്ചു. അടുത്ത നമ്മുടെ ആളായിട്ടുള്ള ജ്ഞാനാനന്ദ സരസ്വതി കഴുത്തിൽ തൊണ്ടയിൽ ക്യാൻസർ വന്ന് നല്ല വേദന അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഈ വേദന വന്നാൽ സാമാന്യം ഒരാൾ നിലവിളിക്കാതിരിക്കില്ല. എങ്ങനെയാണ് അദ്ദേഹം കരയാറുണ്ടോ? പക്ഷെ അദ്ദേഹം കരയാറൊന്നുമില്ല. അദ്ദേഹം കൃഷ്ണ കൃഷ്ണ എന്നിങ്ങനെ വിളിക്കും. വേദന വന്നാൽ ചെയ്യണ ഒരേ ഒരു കാര്യമാണ് കൃഷ്ണ 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 വിളിക്കുക. അത് ദയനീയ സ്വരത്തിലൊന്നുമല്ല. സഹിക്കാനുള്ള ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുക എന്നല്ലാണ്ട് ഒരു ദയ ആവൂ എന്ന് പറയുക, അയ്യോ എന്ന് പറയുക, രണ്ടും ഇല്ല അദ്ദേഹത്തിന്. ആ ശബ്ദം അദ്ദേഹത്തിൻ്റെ നാവുമെന്ന് വന്നിട്ടില്ല എന്നാണ്. ഹാവൂ, അയ്യോ, അമ്മേ, ഈ വക ശബ്ദങ്ങൾ. നമ്മളെന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുമ്പോഴേക്ക് അയ്യോ, അമ്മേ, ആവൂ എന്നൊക്കെ പറയില്ലേ, അത്തരം ഒരു ശബ്ദം വയസ്സുകാലത്ത് അദ്ദേഹത്തിൻ്റെ നാവുമെന്ന് കേട്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ എന്താ കാരണം? അതിനെ സഹിക്കാനുള്ള കഴിവ് ആദ്യം ഉണ്ടാക്കുക. സ്വയം എന്നാൽ പ്രധാനമായിട്ട് വേണ്ടതെന്നാണ്. പിന്നല്ലേ ചികിത്സ. ആദ്യം ആ ഒരു അപ്പം എന്തുണ്ടാവണു? ഹർഷാശ്രു കണ്ണിൽ കൂടെ വരുമ്പോഴും ദുരുപശമ പീഡ, സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏത് വിഷമം വന്നാലും നമുക്ക് എന്തുണ്ടാവും? ആ പരിഭവാൻ, അടക്കാനാവാത്ത ദുരുപമ ശമ എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക, ദുരുപമ ശമ എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കാൻ പറ്റാത്ത പീഡയെ അങ്ങനെ ഞാൻ മറന്നു പോകണമേ. വിസ്മര്യാസം. അപ്പം അതിനെ മറക്കുകയാണ് ആദ്യം വേണ്ടത്, എന്നിട്ട് ചികിത്സിക്കുക. പറ്റില്ല ആശ്വാസം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ആത്മീയ മാർഗങ്ങളോ മറ്റോ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? ദുരുപമശീല പരിഭവാൻ യഥാ. അപ്പം അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ മറക്കുക. അടക്കാനാവാത്ത രോഗപീഠകളെ ഭഗവത് സ്വരൂപം ധ്യാനിച്ചിട്ടുള്ള ഭക്തിയോഗം കൊണ്ടുള്ള ഹർഷാശ്രുവിനെ കൊണ്ട് നിറയുമ്പോൾ, അത്തരത്തിലവസ്ഥയിൽ എത്തുമ്പോൾ പീഡ എന്ന് പറഞ്ഞാൽ ദുഃഖം, പീഡ. ദുരുപമശമ എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കാൻ പ്രയാസമുള്ള രോഗങ്ങൾ. വാതരോഗമൊക്കെ അങ്ങനെയാണ്. വേദന അങ്ങോട്ട് വന്നാണ്ടല്ലോ സഹിക്കാൻ പറ്റാത്ത വേദനയാവും സൂചി കുത്തണ പോലെ എന്നാണ് പറയണം. ഏത് രോഗം അങ്ങനെ അല്ലാത്ത ഏതെല്ലാ രോഗവും അങ്ങനെ തന്നെ. ഓരോരുത്തർക്കും പറയും മറ്റവർക്കുള്ള കുഴപ്പമില്ല, എനിക്കിത് ഇങ്ങനത്തെ വരരുത് ഈശ്വരാന്ന്. കിഡ്നി കേടുന്നവർക്ക് വേറൊന്ന് വലിയ രോഗമാവുമോ? ഏറ്റവും വലിയ രോഗം അവരൊന്നും ഈശ്വര എന്ത് വന്നാലും എന്നാ പറയുക, കിഡ്നി പോവരുതേ എന്ന്. വേറെയുള്ളവരോട് ചോദിച്ചപ്പോൾ ഒരു വിരൽ കേടുന്നാൽ പറയുമോ എന്തെന്നാലും കൈ കേടരുതേ എന്ന്. ബാക്കിയൊക്കെ സഹിക്കാമല്ലോ എന്ന് അവർ പറയുക. ഈ ഏതും സഹിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിലത്തെ ഏത് ഭാഗത്താണ് നമുക്ക് പ്രശ്നമില്ലാത്തത്? ആലോചിച്ചോ. കണ്ണ് പോയതോട് ചോദിച്ചു നോക്കണ്ടേ കണ്ണിൻ്റെ വില അറിയണമെങ്കിൽ? കാല് പോയതോട് ചോദിച്ചു നോക്കണ്ടേ കാലിൻ്റെ വില അറിയണമെങ്കിൽ? ഏത് ഭാഗത്ത് വന്നാലും അങ്ങനെ തന്നെയാണ്. ദുരുപശമമാണ്. ഉപശമം എന്ന് പറഞ്ഞാൽ സഹിക്കുക. ദുരുപശമം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തത്. ഉപശമം സഹിക്കൽ, ദുരു ഓപ്പോസിറ്റ്. സഹിക്കാൻ പറ്റാത്തതായ പീഡ, അതിനെ ഞാൻ എന്തു ചെയ്യും? വിസ്മര്യാസം, കുറച്ചാട് മറക്കുക തൽക്കാലം. വേറെ എന്തിനെങ്കിലും കുറിച്ചിട്ടൊക്കെ എടുത്ത് ചിന്തിച്ചാൽ അതൊരു താൽക്കാലിക പരിഹാരമാണ്. അതുകൊണ്ടൊക്കെയാണ് നല്ല പറയണത്. അങ്ങനെ ചില മനസ്സിൻ്റെ ചില പദ്ധതി വേണം നമുക്ക്. ഇത് വളരെ സൈക്കോളജിക്കലായിട്ട് പണ്ട് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് സർവേശ്വര ആ പരമരൂപമായിട്ടുള്ള രസരൂപമായിട്ടുള്ള രസ സ്വഭാവത്തിലുള്ള രൂപം എൻ്റെ മനസ്സിൽ ഉദിച്ചാൽ ഹർഷാശ്രു ഉണ്ടാവും, രോമാഞ്ചമുണ്ട്. രണ്ട് സംഗതിയാണ് പറഞ്ഞത്. ഒന്ന് രോമാഞ്ചം, ഒന്ന് ഹർഷാശ്രു നിവഹം, അതിൻ്റെ പ്രവാഹം. അപ്പം ഞാൻ എന്തുണ്ടാവും? ദുരുപശമ പീഡ പരിഭവ ശമിപ്പിക്കാൻ വിഷമമുള്ള പീഡ, അതിനെ എന്തുണ്ടാവണു? വിസ്മര്യാസം, മറക്കാൻ സാധിക്കണു എന്ന് പറയണം. അപ്പോൾ ഭക്തിയോഗത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ ഏത് ക്ലേശത്തെയും നമുക്ക് സഹിക്കാനോ ബാധിക്കാതെ ആക്കുക ആദ്യം വേണ്ടത്. എന്നിട്ട് അതിനെ മാറ്റുകയാണ്. അത് പിന്നത്തെ ഘട്ടമാണ്. ശ്രീമദ് ഭാഗവതത്തിലത്തെ മാഹാത്മ്യത്തിൽ തന്നെ അത് ആത്മദേവൻ തൻ്റെ പുത്രനായിരിക്കുന്ന ദുന്ദുകാരി വളരെ ദുഷ്ടനായിട്ടുള്ള ജീവിത രീതി അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് ഒരു സമാധാനവും ഇല്ലാണ്ടായി.
ഗോകർണൻ എന്ന സൽപുത്രനോട് ചോദിച്ചു, ഞാൻ ഇനി എന്താ ഗോകർണ വേണ്ടതെന്ന്. അദ്ദേഹം ഒരു ഉപദേശമാണ് അച്ഛന് കൊടുത്തത്. ദുന്ദുകാരിയുടെ പ്രവൃത്തികളൊന്നും അച്ഛനെ ദുഃഖിപ്പിക്കില്ല. അത് തെറ്റായ ഒരു ധാരണ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ദുന്ദുകാരിയുടെ പ്രവൃത്തികൾ അച്ഛനെ ദുഃഖിപ്പിക്കാനുള്ള കാരണം ദുന്ദുകാരി അച്ഛൻ്റെ പുത്രനാണ് എന്ന ബന്ധമാണ് അച്ഛ. അത് വാസ്തവമാണോ? അച്ഛൻ്റെ ശരീരം തന്നെ അച്ഛൻ്റെ അല്ലല്ലോ, അച്ഛനല്ലല്ലോ. നമ്മളൊന്നുമല്ല, നമ്മളെ ശരീരം എന്ന് വേറെയാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഞാനാരാ? ഇതൊന്നുമല്ല. അപ്പോൾ ആ ശരീരത്തിന് ജനിച്ച പുത്രനെ എങ്ങനെ അച്ഛൻ്റെ പുത്രനാവുക? വല്ല അർത്ഥമുണ്ടോ അതിൽ? ശരീരമോ നമ്മുടെ അല്ല, നമ്മളല്ല, അതിൽ നിന്നുണ്ടായിരുന്ന പുത്രൻ എൻ്റെയാണ് എന്ന ആ ഒരു ഭാവം ആണ് ദുഃഖത്തിന് കാരണം. അതൊന്ന് കളഞ്ഞു നോക്കൂ. കളയാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു അദ്ദേഹം. ഭാഗവതം വായിക്കുക. ഭാഗവതം വായിച്ചപ്പോൾ അത് സാധിച്ചു. അദ്ദേഹത്തിന് പിന്നെ ദുഃഖമൊന്നും ഉണ്ടായില്ല. ദുന്ദുകാരി എന്തോ ചെയ്തോട്ടെ എന്നായി. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ആദിയാണ് അവിടെ. വ്യാധിയെ പറ്റി പറഞ്ഞു, ഇപ്പോൾ ആദിയെ പറ്റിയാണ് പറഞ്ഞത്. പുത്രൻ ദുഷിച്ചു എന്ന ആദി എന്തുകൊണ്ട് പോയി? വല്ല മരുന്നുണ്ടോ? വ്യാധി നമുക്ക് ചികിത്സിക്കാൻ ആദിക്ക് വല്ല മരുന്നുണ്ടോ പറയാം? ആദിക്ക് ഒരു മരുന്നുമില്ല. മെഡിസിനോ ടാബ്ലറ്റോ കഷായോ ഇല്ല. മനസ്സിലാക്കുക. അപ്പോൾ അതിനൊരൊറ്റ വഴിയുള്ളൂ, മനസ്സിനെ നേരെയൊക്കെ അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ആക്കി തീർക്കുക. വേറൊരു പോംവഴി ഇല്ലല്ലോ. ആദികൾ ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ അത്. ചെറുതാവും വലുതാവും, അത്രയേ ഉള്ളൂ. അവിടെ ആത്മദേവൻ ആ മനസ്സ് ഈശ്വരനിലേക്ക് കൊടുത്തിട്ടാണ് ദുരുപമ വ്യാധിയാണ് അവിടെ ജയിച്ചത്. ഇവിടെ ആദി വ്യാധിയും പറഞ്ഞിട്ടുണ്ട്. പ്രഭൂത ആദി വ്യാധി. രോഗത്തിൻ്റെ കാര്യത്തിന് മേപ്പത്തൂർ തന്നെ ഉദാഹരണം. വ്യാധിയുടെ കാര്യത്തിൽ നല്ലൊരു ഉദാഹരണമായിട്ട് ഇതാ. അപ്പോൾ ഇവിടെ പലതും പറഞ്ഞു ഇല്ലേ? ജ്ഞാനാനന്ദ സ്വാമിയെ പറഞ്ഞു, രാമകൃഷ്ണ പരമഹംസരെ പറഞ്ഞു, രമണ മഹർഷിയെ പറഞ്ഞു, ആത്മദേവനെ പറഞ്ഞു. ഇതൊക്കെ മനസ്സിനെ ജയിച്ചവരാണ്. മനസ്സിനെ ജയിക്കുകയല്ലാണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് വേറൊരു വഴിയില്ല. എന്നാലോ അതുകൊണ്ട് വഴി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഭക്തി കൊണ്ട് നമുക്ക് ആ മനസ്സിനെ ഒന്നും ബാധിക്കാത്ത ഒരു അവസ്ഥയിൽ ആക്കി തീർക്കാൻ പറ്റും. അങ്ങനെ ആദിയെയും ജയിക്കാം, വ്യാധിയെയും ജയിക്കാം. ഇതാണ് പണ്ട് കണ്ടെത്തിയിട്ടുള്ള മാർഗം. രണ്ടത് മുഴുവൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്. പ്രഭൂതാധി വ്യാധി പ്രസവചലിതേ മാമഗഹൃതി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദഞ്ജത് രോമാഞ്ചോ ഗലിത ബഹു ഹർഷാശ്രുനിവഹോ. ഹർഷാശ്രു എന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ബഹു ഹർഷാശ്രുനിവഹോ, ഹർഷാശ്രു നിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാ പരിഭവാൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.